തൃശൂർ ഡിസിസി ഓഫീസിൽ വീണ്ടും സംഘർഷം. കോൺഗ്രസ് യുഡിഎഫ് ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമപ്രവർത്തകർ തെറ്റെന്ന് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാല രവി, നാടകാചാര്യൻ TM അബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്ക് ഫെലോഷിപ്പ്. കാർഷിക വിളകളെ അടിമുടി നശിപ്പിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നും മോചനമില്ലാതെ മേലൂർ പഞ്ചായത്ത്. പ്രളയത്തിന് ശേഷമാണ് മേഖലയിൽ കുമിൾ രോഗം പടരുന്നത്. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചന്ദ്രാപിന്നി മേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ആഴ്ച. പരാതി പരിഹരിക്കാതെ ജലസേചന വകുപ്പ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ DCC ഓഫീസിൽ വീണ്ടും സംഘർഷം. കോൺഗ്രസ് UDF ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ DCC ആസ്ഥാനത്ത് നടന്ന കൂട്ടത്തല്ലിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും പാർട്ടി നേതൃത്വം സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ജോസ് വള്ളൂരും MP വിൻസെന്റും തിങ്കളാഴ്ച DCC ഓഫീസിലെത്തി രാജി അറിയിച്ചത്. ഒരു വിഭാഗം പാർട്ടി നേതാക്കളെയും മറ്റും വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഇരുവരും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചത്. ഇത് ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ UDFന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കും. യോഗത്തിലേക്ക് എത്തിയ ജോസ് വള്ളൂരിനെ അനുകൂലിച്ച ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ലാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രത്തിക്ക് ചെല്ലാണ്. വെറുതെ ചെല്ലുക, കാണിക്കുക, പോരുക, വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്? നിരപരാധിയായ ജോസേട്ടനെ എന്തിനതിലേക്ക് വലിച്ചിട്ടു? വോട്ടിൽ തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അത് DCC പ്രസിഡന്റിന്റെ തലയിലേക്ക് ഇടുന്നത് ശരിയായ കാര്യമല്ല. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. വള്ളൂരിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടി സ്ഥാനം രാജിവെക്കാനും ചിലർ സന്നദ്ധത പ്രകടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അന്യായമായിട്ട് ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്ന കുറച്ച് ചില ആളുകൾ നടത്തുന്ന ഈ നാടകത്തിൽ ഞങ്ങൾ എതിരാണ്. ഒരാളെ തന്നെ വേട്ടാടുന്ന നിലപാട് ശരിയല്ല. ജോസ് വള്ളൂർ രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് സ്ഥാനം പോലും രാജിവെക്കാനുള്ള രാജികത്ത് എതിരാണെന്ന് വന്നിട്ടുള്ളത്. അതേസമയം ഇവിടെ ചേർന്ന യോഗത്തെ പറ്റി അറിവില്ലെന്നും ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരമുയർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ജൈവിളിനും മൊത്തം ജൈവിളി. അപ്പോൾ എന്തിനാ ഈ വക പണിക്ക് പോണ്? കോൺഗ്രസ് ആണ് ഇനി രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചോളൂ ഞാൻ. അപ്പോഴേക്കും ചില ആൾക്കാരും ഇവിടെ ഉന്തും തള്ളാനും വരാം. പാർട്ടി നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങളും തള്ളണ. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞ ഒരു വിഭാഗം പ്രവർത്തകർ അസഭ്യം പറഞ്ഞ് ഭീഷണി മുഴക്കി കയ്യേറ്റ ശ്രമവും നടത്തി. ഇതിന്റെ ചൂട് പിടിച്ച് ചേരി തിരിഞ്ഞ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തതോടെ കോൺഗ്രസ് ജില്ലാ ആസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി. ഒടുവിൽ നേതാക്കൾ ഇടപെട്ട് ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കുകയായിരുന്നു. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠനാണ്. TCV തൃശൂർ. ജോസ് വള്ളൂരിനെ പിന്തുണച്ച് വ്യാപക പോസ്റ്റർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നാവശ്യപ്പെട്ടാണ് DCC ഓഫീസ് പരിസരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു.
സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വിശദീകരണവുമായി സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എരുമപ്പെട്ടി പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. തോന്നല്ലൂർ മുളയ്ക്കൽ 59 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ കുന്നംകുളത്തുനിന്ന് തോന്നല്ലൂരിലുള്ള വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പന്നിത്തടം പെട്രോൾ പമ്പിന് സമീപം അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ദേശീയപാത കുട്ടനെല്ലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 28 വയസ്സുള്ള അബ്ദുൾ അൻഷാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറിൽ കുടുങ്ങിപ്പോയ യുവാവിനെ നാട്ടുകാരും ആക്സ് പ്രവർത്തകരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസും തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മുള്ളൂർക്കര സ്വദേശി 48 വയസ്സുള്ള പ്ലാവിഴപ്പറമ്പിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ജീപ്പും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലേക്ക് തെറിച്ചു വീണ യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബൈക്കിലിടിച്ച് ജീപ്പ് പാതയോരത്ത് മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബൈക്കിന് തൊട്ടുപുറകിലായി വന്നിരുന്ന മംഗലം സ്വദേശിയായ യുവാവിന്റെ സ്കൂട്ടറും അപകടത്തിൽപ്പെട്ട് റോഡിൽ മറിഞ്ഞെങ്കിലും ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടനെല്ലൂർ ഔഷധിക്ക് മുൻവശം മിനി പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ ഇടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പോലുക്കര സ്വദേശി കൊല്ലപ്പറമ്പിൽ രമേശ് ഭാര്യ 37 വയസ്സുള്ള ദർശനയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടം നടന്നത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ വലക്കാവ് സ്വദേശിനി നിഷ, എരവിമംഗലം സ്വദേശിനി അനഘ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഔഷധിയിലെ ജീവനക്കാരികളായ മൂവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ മിനി വാൻ ഇടിച്ചായിരുന്നു അപകടം. വെങ്കിടങ്ങിൽ പാടത്തെ വെള്ളക്കെട്ടിൽ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. പാടൂർ നടുവിൽ പുരയ്ക്കൽ 54 വയസ്സുള്ള അജിതനാണ് മരിച്ചത്. വീട്ടുവളപ്പിലെ തെങ്ങുകയറ്റം കഴിഞ്ഞ് പാടത്ത് വീണ നാളികേരം എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സംഗീത നാടക അക്കാദമി 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാല രവി, നാടകാചാര്യൻ TM അബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്കാണ് ഫെലോഷിപ്പ്. 17 കലാപ്രതിഭകൾക്ക് അക്കാദമി അവാർഡും 22 കലാപ്രതിഭകൾക്ക് ഗുരുപൂജ പുരസ്കാരവും നൽകും. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. 30,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അക്കാദമി അവാർഡ്, ഗുരുപൂജ പുരസ്കാരം എന്നിവ ലഭിച്ചവർക്ക് സമ്മാനിക്കും. അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് അക്കാദമി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ്, ഷാജി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക വിളകളെ അടിമുടി നശിപ്പിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നും മോചനമില്ലാതെ മേലൂർ പഞ്ചായത്ത്. പൂലാനിയിലെ കൊളക്കാട്ടിൽ ശിവരാജന്റെ 2 ഏക്കർ സ്ഥലത്തെ കപ്പ കൃഷിയാണ് ഫംഗസ് ബാധയുടെ പിടിയിലായത്. 1 മാസം വളർച്ചയുള്ള തണ്ടുകളിൽ പൂപ്പൽ ബാധിച്ച അവസ്ഥയാണ്. കുമിൾ രോഗത്തിന്റെ പിടിയിലായാൽ പിന്നെ കപ്പ കൃഷി പിഴുതുമാറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രോഗബാധയേറ്റ തണ്ടുകൾ പൂർണ്ണമായും കത്തിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്കും ഇവ വില്ലനാകും. ഫൈറ്റോലാൻ എന്ന കീടനാശിനിയാണ് കുമിൾ രോഗത്തിനെതിരെയുള്ള പ്രതിവിധി. എന്നാൽ ഇതിന്റെ പ്രയോഗം കപ്പ കൃഷിക്ക് ഉചിതമല്ലെന്നാണ് കൃഷിവകുപ്പിന്റെ നിഗമനം. കപ്പയുടെ വേരിലെത്തുന്ന കീടനാശിനിയുടെ അംശങ്ങൾ കിഴങ്ങുകളിൽ കൂടുതലായി അടങ്ങുന്നതാണ് കാരണം. പൂലാനിയിലെ നിലമ്പതിയിലെ പാട്ടത്തിനടുത്ത കരഭൂമിയിലായിരുന്നു ശിവരാജന്റെ കപ്പകൃഷി. 1 ലക്ഷം രൂപ ഇതിനകം ചെലവായി. പൂലാനി കൊമ്പിച്ചാലിൽ നിരവധി കർഷകരുടെയും വിളകൾ ഇതിനകം കുമിൾ രോഗത്തിന് ഇരയായിട്ടുണ്ട്. പ്രളയത്തിന് ശേഷമാണ് മേലൂരിന്റെ മണ്ണിൽ കുമിൾ രോഗത്തിന്റെ വ്യാപനം സാധാരണമായതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുമ്മായം കൂടുതൽ വിതറുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരമാകുന്നില്ല. ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളഭ്രമണം എന്ന കൃഷിരീതിയാണ് കുമിൾ രോഗത്തിന് പ്രകൃതിദത്തമായ പ്രതിവിധിയെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് മാറി മാറി വിളകൾ ഇറക്കിയാൽ ക്രമേണ രോഗാണുക്കൾ നിർവീര്യമാകും. പയർവർഗ്ഗങ്ങളാണെങ്കിൽ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ കൂട്ടിക്കലർത്തി വളമാക്കുന്നതും പ്രതിരോധത്തിന് അനുകൂല ഘടകമാണെന്ന് കൃഷിവകുപ്പ് പറയുന്നു.
TCV ചാലക്കുടി. കുന്നംകുളം ചെറുവത്താനി സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അമ്മാട്ട് വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്രീശാന്ത്, ഷിജിത്ത്, വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. മരിച്ച വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയിരുന്നു. ഇത് സംബന്ധിച്ചുണ്ടായ വാക്ക് തർക്കത്തിനിടെ സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. ബോധരഹിതനായി വീണതോടെ സുഹൃത്തുക്കൾ വിഷ്ണുവിനെ കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതെന്നാണ് ഡോക്ടറെ അറിയിച്ചിരുന്നത്. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. വിഷ്ണുവിന്റെ മരണമറിഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ആശുപത്രിയുടെ ജനൽ ചില്ല് അടിച്ചു തകർത്ത് കൈഞ്ഞരമ്പിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം വിഷ്ണുവിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചന്ദ്രാപിന്നി മേഖലയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ആഴ്ച. പരാതി പരിഹരിക്കാതെ ജലസേചന വകുപ്പ്. എടത്തുരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലാണ് 23 ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ കാരണമായത്. ഇതേ തുടർന്ന് ചന്ദ്രാപിന്നി മുതൽ ചാമക്കാല വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളമില്ല. ഈ മേഖലകളിലെ കിണർവെള്ളം മഞ്ഞ നിറമായതിനാൽ ഉപയോഗയോഗ്യമല്ല. ഏറെ ദൂരം സഞ്ചരിച്ചാണ് പലരും കുടിവെള്ളം കൊണ്ടുവരുന്നത്. ചില വീട്ടുകാർ മഴവെള്ളം പിടിച്ചുവെച്ചാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൊണ്ടുവരാനും പിടിക്കാനൊക്കെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെള്ളം നിൽക്കും. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണതല്ല. അപ്പം ബുദ്ധിമുട്ടുകൾ. വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത് NHന്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഒരു മെഷീൻ വെച്ചിട്ട് പൈപ്പ് പൊട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റി പറയുന്നത് എങ്ങനെയാണ് പറയണത്, NHകാർ ചെയ്തു തരണം, അല്ലാണ്ട് അവരത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അത് കറക്റ്റ് ചെയ്ത് ആരാണോ ഇതിൻ്റെ അധികാരികൾ അവർ ആ വാർഡുകളിൽ വെള്ളം എത്തിക്കാനുള്ള എല്ലാവർക്കും ഒരു പോംവഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ദേശീയപാത പണിക്കിടെ പൈപ്പ് പൊട്ടിയാൽ NH അതോറിറ്റിയാണ് പണി നടത്തേണ്ടതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ആരായാലും എത്രയും പെട്ടെന്ന് പൈപ്പ് നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി ജനപ്രതിനിധികൾ സമരം ചെയ്തിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. വീണ്ടും മഴയാത്രയ്ക്കൊരുങ്ങി തുമ്പൂർമുഴി DMC. ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് ഷോളയാർ വരെ വനാന്തരത്തിലൂടെ സുഖകരമായ വാഹനയാത്ര വർഷങ്ങളായി വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്ന അനുഭവമാണ്. തുമ്പൂർമുഴി കുട്ടികളുടെ പാർക്കാണ് ആദ്യ സന്ദർശന കേന്ദ്രം. അരമണിക്കൂർ ഉല്ലാസത്തിന് ശേഷം പ്രഭാത ഭക്ഷണവും ഇവിടെയാകും. വീണ്ടും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് 1 മണിക്കൂർ ഇവിടെ ചെലവഴിക്കും. അടുത്ത കേന്ദ്രമായ ചാർപ്പയിൽ വാഹനത്തിലിരുന്ന് വെള്ളച്ചാട്ടം കാണാം. പിന്നീടെത്തുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ അരമണിക്കൂർ അനുവദിക്കും. പെരിങ്ങൽകുത്ത് ഡാമിലെത്തുന്ന സംഘത്തിന് IBയിൽ നിന്നും അണക്കെട്ട് കാണാം. ഇവിടെ തന്നെയാണ് ഉച്ചഭക്ഷണം. പൊരിച്ച മീനും ചിക്കനും അടങ്ങുന്ന ഊണിന് ശേഷം അരമണിക്കൂർ വിശ്രമമുണ്ടാകും. അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് തുടങ്ങി ചാലക്കുടിയിൽ തന്നെ അവസാനിക്കുന്ന യാത്രയാണ്. മുൻവർഷങ്ങളിലേക്കാൾ മികച്ച രീതിയിൽ ഈ വർഷം തുടങ്ങുക എന്നുള്ള പ്ലാനിലാണ് ഇതിൻ്റെ അധികാരികൾ. ഉച്ചതിരിഞ്ഞ് 2-ന് ഷോളയാർ അണക്കെട്ടിലും തുടർന്ന് വ്യൂ പോയിന്റിലും സന്ദർശനം. ഇവിടെ വെച്ചോ അല്ലെങ്കിൽ പെരിങ്ങൽകുത്തിലോ വെച്ചായിരിക്കും മഴയാത്ര എന്ന DMCയുടെ മാസ്റ്റർ പീസ്. പാക്കേജിൽ ഉൾപ്പെടുന്ന കുടയും ചൂടി ഗൈഡുകൾക്കൊപ്പം വ്യൂ പോയിന്റിലെ യാത്ര ചെയ്യാനാകും. ഷോളയാറിൽ നിന്നുള്ള മടക്കത്തിൽ വാഴച്ചാലിൽ കപ്പയും ചമ്മന്തിയും അടങ്ങുന്ന സായാഹ്ന ഭക്ഷണവും കൊടുക്കും. രാത്രി 7-ന് ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഒരാൾക്ക് 1500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏതാനും ദിവസത്തിനകം മഴയാത്ര ആരംഭിക്കാനാണ് DMCയുടെ തീരുമാനം. TCV ചാലക്കുടി. ചാലക്കുടി മൂതിരക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. 4 ദിവസമായി നിരന്തരമായ കാട്ടാന ശല്യമുണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നു. വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ആവശ്യപ്പെട്ടു. കരിപ്പായി ദേവസിക്കുട്ടി, തോട്ടിയാൻ പൗലോസ്, കരിപ്പായി മേരി, ചെറയത്ത് ഏലിയ,
റോയി കരിപ്പായി, സോജൻ കരിപ്പായി, ജോയ്സൺ തുടങ്ങിയവരുടെ വീട്ടുപറമ്പുകളിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. നിരന്തരമായി 2-3 ദിവസമായിട്ട് നിരന്തരമായിട്ട് കാട്ടാനയുടെ ശല്യം ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി, അതിനെ ഓടിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെയോ വനം വകുപ്പിൻ്റെയോ യാതൊരു ഇടപെടലും ഇത് നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വിഷമകരമാണ്. ഇവിടെ ഇവര് സോളാർ വേലി പാവപ്പെട്ട കർഷകരിട്ടതാണ്. അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ചെയ്യുന്നത്. അത് ചവിട്ടിപ്പൊളിച്ച് നറുനാശമാക്കി. ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബറും കൃഷി സാധനങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചു. വീട്ടിലേക്ക് ആക്രമണം വരുന്ന രീതിയായി. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് മാറ്റി. 3 ആഴ്ച കഴിഞ്ഞ് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, തൃശൂർ സ്വദേശി P. സുധാകരൻ എന്നിവർ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. തീരപ്രദേശത്ത് വറുതിയുടെ കാലമായി മാറുന്ന 52 ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൌജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേരള തീരം വിട്ടുപോയിരുന്നു. ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെ നേരിട്ട് പ്രതിസന്ധിയിലാക്കി. ഇന്ധന വില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല നിലവിൽ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിലാണ് ട്രോളിംഗ് നിരോധനം കൂടി വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പതിവായി ഉയരുന്നുണ്ടെങ്കിലും പരിഹാരം അകലെയാണ്. ക്ഷേമനിധി ബോർഡിൽ അംഗമായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞകാലമെന്ന നിലയിൽ ട്രോളിംഗ് നിരോധന കാലത്ത് നാമമാത്രമായ ധനസഹായം ലഭിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അതും തടസ്സപ്പെട്ട നിലയിലാണ്. ട്രോളിംഗ് കാലത്തെ അതിജീവിക്കാൻ തൊഴിലാളികൾക്ക് സർക്കാർ കൂടുതൽ സഹായം നൽകണമെന്നും ചെറിയ ബോട്ടുകൾക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്നും ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻ പിടിക്കുന്നതിൽ വിലക്കില്ല. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്താനും അധികാരമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ ജൂൺ 16 ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം. സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് തീരുമാനം. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിമതർക്കെതിരെ സഭാ നേതൃത്വം നടപടി സ്വീകരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൌരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തും. അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അവശ്യ സാധനങ്ങൾക്ക് ക്രമാതീതമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്ററിംഗ് വ്യവസായം നടത്തിക്കൊണ്ടു പോകാനാവാത്ത സ്ഥിതിയിലായിരിക്കുകയാണെന്നും ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സമരപരിപാടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ചേലക്കരയിൽ ജില്ലാ ജനറൽ ബോഡി യോഗം ചേരും. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ്, ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണീസ്, കൺവീനർ TV ചന്ദ്രബോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോസ്റ്റ് ഫോർഡിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 13-14 തീയതികളിൽ തൃശൂരിൽ EMS സ്മൃതി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റീജിയണൽ തിയേറ്ററിൽ EMS സ്മൃതി ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറിയും EMS സ്മൃതി ജനറൽ കൺവീനറുമായ MM വർഗീസ്, കൺവീനർ ഡോക്ടർ MN സുധാകരൻ, മറ്റു ഭാരവാഹികളായ AV ജഗന്നിവാസ്, PP രാജീവ്, PK ഷാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയറും ടിവിയും നൽകി ചേലക്കരയിലെ ബസ് തൊഴിലാളികൾ. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് വാട്ടർ പ്യൂരിഫയറും ടിവിയും നൽകിയത്. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി KS ഷാനവാസ്, CPIM ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തിന് ഒരു കുട്ട പൂവ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ചെണ്ടുമല്ലി തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീപിത ഷാജി അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, TC ശ്രീജിത്ത്, VK മോഹനൻ, TP സന്ദീപ്, ഷാജു KV തുടങ്ങിയവർ സംസാരിച്ചു. SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം നടന്നു. SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EM അബ്ദുൽ ലത്തീഫ് വിഷയാവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി റഫീന സൈനുദ്ദീൻ, BK ഹുസൈൻ തങ്ങൾ, അബ്ദുൽ ഹക്കീം, VM ഷമീർ, MB തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിൽ അച്ഛന്റെ 61ാം ശ്രാദ്ധാചരണം ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ദേവസി പന്തലൂക്കാരൻ സന്ദേശം നൽകി. തുടർന്ന് നടന്ന ശ്രാദ്ധകൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഏനമാവ് ഏകതാ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് KH നജീബ് അധ്യക്ഷനായി. കോൺഗ്രസ് തിരുമിറ്റക്കോട് മണ്ഡലം കമ്മിറ്റി യൂത്ത് കെയർ വിംഗിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം ചാരിറ്റി വിംഗ് പ്രവർത്തനം ആരംഭിച്ചു. യൂത്ത് കെയർ സാന്ത്വനം KPCC നിർവാഹക സമിതി അംഗം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറിമാരായ ബാബു നാസർ, P മാധവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ടുഗെദർ ഫോർ തൃശൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി പാവറട്ടി പഞ്ചായത്തിലെ 21 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഭക്ഷണ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ K ദ്രൗപദി, TK സുബ്രഹ്മണ്യൻ, സുനി രാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. DYFI എരുമപ്പെട്ടി EMS യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി KP അഖിൽ അധ്യക്ഷത വഹിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആലപ്പാട് മേഖലാ കോൺഗ്രസ് പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സമ്മാനിച്ചു. ആലപ്പാട് മേഖലയിലെ വിവിധ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരും ഭാരവാഹികളും പങ്കെടുത്തു.
മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. DVLP സ്കൂളിൽ നടന്ന അനുമോദന യോഗം തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ KV ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. സായൂജ് പുലിങ്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുദീപ് പന്തക്കൽ, ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ, രാജു മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയെ തുടർന്ന് എടത്തിരുത്തി കുട്ടമംഗലം അയ്യമ്പടി റോഡിലുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കി. സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടാണ് പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ഇടപെടലിലൂടെ പരിഹരിച്ചത്. കനത്ത മഴയിൽ റോഡിൽ വെള്ളം കെട്ടിനിന്ന് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ JCB കൊണ്ടുവന്ന് തോട് കീറി വെള്ളക്കെട്ട് ഒഴിവാക്കി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വില്ലേജ് ഓഫീസർ റജീബ്, വാർഡംഗം ദിൽഷ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലി നടക്കും. രാവിലെ 9:30 നേർച്ചയൂട്ട് ആശീർവദിക്കും. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആശീർവാദം നിർവഹിക്കും. തുടർന്ന് 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് കാർമ്മികത്വം വഹിക്കും. 1,00,000 പേർക്കാണ് നേർച്ച ഊട്ടുസദ്യ ഒരുക്കുന്നത്. ജില്ലാ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കലാരംഗത്ത് മികവ് തെളിയിച്ച ഭിന്നശേഷിക്കാരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. ഈ മാസം 12-ന് ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പരിപാടി നടക്കുക. 3 ജില്ലകളിലെ വിവിധ സ്ഥാപനങ്ങളിലെ കുട്ടികളെയും 200ഓളം ലയൺസ് ക്ലബ്ബുകളുടെ പരിധിയിലുള്ളവരെയും ഉൾപ്പെടുത്തി 2500 പേർ പങ്കെടുക്കും. MJ തോമസ്, ബിജു പറത്തൂർ, AA ആന്റണി, ഗീതു തോമസ്, ബിന്ദു തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പന്നിത്തടം LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയുക്ത ആലത്തൂർ MP K രാധാകൃഷ്ണന് പന്നിത്തടം സെന്ററിൽ സ്വീകരണം നൽകി. M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ, PS പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റിക്ക് വേണ്ടി ശങ്കരനാരായണൻ, 118 ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി തങ്കപ്പൻ, 119 ബൂത്ത് കമ്മിറ്റി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം വാർഡിൽ സംഘടിപ്പിച്ച സേവന സ്പർശം ഡോക്ടർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. ON ജയദേവൻ, ശ്രീജ അനിൽകുമാർ, TP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് ഊരകം ഈസ്റ്റ് 10ാം വാർഡ് ഗ്രാമസഭ അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെല്ലിഗ്രാമം പദ്ധതി ആരംഭിച്ചു. വാർഡിലെ വീടുകളിലേക്ക് നെല്ലിത്തൈ എത്തിച്ചു കൊടുക്കുന്നതാണ് പദ്ധതി. തോമസ് കൊടകരക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി, ഡോക്ടർ AV രാജേഷ്, ബാബു ചുക്കത്ത്, സുനിത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് 19ാം വാർഡിലെ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിലെ വഴിവിളക്കുകളുടെ ഉദ്ഘാടനം വാർഡംഗം ധന്യ സുനിൽ നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻ വാർഡ് അംഗം M സുജിത് കുമാർ, അനിത, KS ഗിരീഷ്, KP ആന്റണി, VK ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC എരുമപ്പെട്ടി യൂണിറ്റിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, പഞ്ചായത്ത് അംഗം MC ഐജു, സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. ചിറമനേങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക വേദിയായ സിതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നാട്ടുകാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു. ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി SI U മഹേഷ്, ക്ലബ്ബ് പ്രസിഡന്റ് അബൂബക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ രജിത ഷാജി, അബ്ദുൽ ഗഫൂർ, സൈബുനിസ ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട പുല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ തിരിച്ചറിഞ്ഞില്ല. 22 വയസ്സ് പ്രായം തോന്നിക്കുന്ന
യുവാവിനാണ് പുല്ലൂരിൽ വെച്ച് ഞായറാഴ്ച വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബിൽ കുടിശ്ശിക അനുവദിക്കുക, സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്നു. AKGCS സംസ്ഥാന ഉപദേശക സമിതി അംഗം OG ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KS സുധീഷ് അധ്യക്ഷനായി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി KD ബിനു, വർക്കിംഗ് പ്രസിഡന്റ് NP ഡേവീസ്, CV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം മലാക്ക ശാഖയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് TR രാജേഷ് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. SSLC, +2 എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. EK ബാബു അധ്യക്ഷനായി. ധർമ്മരാജൻ, KS ബാബു, ലീല ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പേവസാർ നിവാസി കൂട്ടായ്മയുടെ 7ാം വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KK ഖാദർ അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, UDF കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി KM ഷാനിർ, KR ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 4 ദിവസം കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 വയസ്സുകാരി തപസ്യയുടെ കവിതാ സമാഹാരം വർണ്ണജാലകം പ്രകാശനം ചെയ്തു. ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ KG രഘുനാഥ്, പ്രിൻസിപ്പാൾ ശ്രീജിത്ത് തൊണ്ടയാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സ്വദേശിനിയായ തപസ്യ സുനീഷ് നീതു ദമ്പതികളുടെ മകളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DCC ഓഫീസിൽ വീണ്ടും സംഘർഷം. കോൺഗ്രസ് UDF ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാല രവി, നാടകാചാര്യൻ TM അബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്ക് ഫെലോഷിപ്പ്. കാർഷിക വിളകളെ അടിമുടി നശിപ്പിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നും മോചനമില്ലാതെ മേലൂർ പഞ്ചായത്ത്. പ്രളയത്തിന് ശേഷമാണ് മേഖലയിൽ കുമിൾ രോഗം പടരുന്നത്. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചന്ദ്രാപിന്നി മേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ആഴ്ച. പരാതി പരിഹരിക്കാതെ ജലസേചന വകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.